അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. എൻ്റെ വോയിസ് പൂർണ്ണമായി കേൾക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പലരും ചോദിക്കലുണ്ട്, ഉസ്താദേ, സിഹറാണെന്ന് തോന്നുന്നു, വല്ലാത്ത ശാരീരിക, മാനസിക, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, എന്തു ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല, പല പല പ്രശ്നങ്ങളാണ്, വീട്ടിൽ ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്ക് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ആശുപത്രിയിലൊക്കെ പോയി ഡോക്ടർമാരെ കാണിച്ചു, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല, കാണുന്നില്ല, മരുന്ന് കുടിച്ചിട്ട് സുഖമാകുന്നില്ല, ഇങ്ങനെ പല രീതിയിൽ എത്ര പൈസ കിട്ടിയാലും മതിയാകുന്നില്ല, എല്ലാം തടസ്സങ്ങളാണ്, പേടി, വേവലാതി, അന്താളിപ്പ്, പേടിക്കൽ, പലതും. ഇതൊക്കെ സിഹ്റ് പോലുള്ളതിൻ്റെ അല്ലെങ്കിൽ ശാപം, കണ്ണേറ് പോലുള്ളതിൻ്റെ അടയാളങ്ങളാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഖുർആനുമായിട്ട് ബന്ധപ്പെടലാണ്. നിസ്കാരം കറക്റ്റായിട്ട് നിലനിർത്തുക, ഖുർആനുമായി, ദിക്റുമായി എപ്പോഴും ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുക. അതിന് നാം ചെയ്യേണ്ട ഒരു ഖുർആനിക 2 ആയത്തുകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഏത് മരുന്ന് ചെയ്യുമ്പോഴും, ഒരുപാട് മരുന്നുകൾ ഞാൻ എൻ്റെ ഈ ചാനലിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഫലം കിട്ടണമെങ്കിൽ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ദിവസങ്ങളോളം, ചുരുങ്ങിയൊരു 11 ദിവസം, 14 ദിവസം, 21 ദിവസം തുടർച്ചയായിട്ട് കൊണ്ടുപോകണം. ഇത് ഇംഗ്ലീഷ് മരുന്നല്ല, ഇത് അള്ളാഹുമായി ബന്ധപ്പെടുത്തുന്ന ഖുർആനിക ആയത്തുകളാണ്. അതിന് ഫലം കിട്ടണമെങ്കിൽ തഖ്വയോടുകൂടി, ഇഖ്ലാസ്, ആത്മാർത്ഥതയോടുകൂടി, എന്നിലും വിശ്വസിക്കണം, നിങ്ങളിലും വിശ്വസിക്കണം, അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും റസൂലിലും എല്ലാത്തിലും പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഖുർആനെ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായി ചെയ്താൽ പൂർണ്ണമായും അതിന് ശമനം കിട്ടും. കാരണം അള്ളാഹു പറഞ്ഞതാണല്ലോ, ഖുർആനിൽ എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ രോഗങ്ങൾക്കും, എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഖുർആനിൽ മരുന്നുണ്ട്. അത് മാറ്റം കിട്ടും, ശിഫ കിട്ടും, അതിലൊരു സംശയവുമില്ല. പക്ഷെ ചെയ്യുന്നവർ അത് അതിൻ്റേതായ ഷർത്തോടും ഫർളോടും കൂടി തന്നെ ചെയ്യണം. അപ്പോഴാണ് അതിന് മാറ്റം കിട്ടുക. 2 ദിവസം ചെയ്യും, പിന്നെ ചെയ്യൂല, പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യും, പിന്നെ ചെയ്യൂല, അങ്ങനെയല്ല, കണ്ടിന്യൂ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാകും. അതിൽ ഒന്നാമത്തത് ഞാൻ പറഞ്ഞല്ലോ, ഈ സിഹിർ, കണ്ണേറ്, ശാപം, പിരാക്കം, അസൂയ പോലുള്ള സംഗതികളൊക്കെ മാറും. നമ്മളെ ജീവിതം കറക്റ്റാക്കുക. അതിൽ സൂറത്ത് അൽ ബഖറയിലെ 102-ാമത്തെ ഒരു ആയത്തുണ്ട്. അൽ ബഖറ സൂറത്തിലെ 102-ാമത്തെ ആയത്ത്, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാൻ എന്ന് വരുന്ന ആയത്ത്. ആ ആയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര, ചുരുങ്ങിയതൊരു 7 വട്ടമെങ്കിലും നിങ്ങൾ ഓതണം. അത് ഓതുക, വെള്ളത്തിൽ ഊതുക, വെള്ളം കുടിക്കുക, വെള്ളം കൊണ്ട് മുഖം കഴുകുക, ഇനി ആ വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്യാം. അങ്ങനെയാകുമ്പം മാറ്റം കിട്ടും. അത് രാവിലെ ഒരു നേരം ചെയ്യണം, വൈകുന്നേരം മറ്റൊരു നേരം ചെയ്യണം. അങ്ങനെ ദിവസത്തിൽ 2 നേരം വെച്ച് ഒരു 14 ദിവസമോ 11 ദിവസമോ 17, 21 ഇങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുപോകുമ്പം നല്ല മാറ്റങ്ങൾ കിട്ടും. അതോടുകൂടി സൂറത്ത് യൂനിസിലുണ്ട് ഒരു ആയത്ത്, ഖാല മൂസ മാ ജിഅ്തും ബിസ്സിഹ്റ ഇന്നല്ലാഹ സയുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു എന്ന് പറഞ്ഞിട്ടൊരു ആയത്ത്. ഈ ആയത്തും നേരത്തെ പറഞ്ഞതുപോലെ 2 ആയത്തും ഒരുമിച്ച് ഓതണം കേട്ടോ. ആദ്യം ഒരു ആയത്തോതുക, പിന്നെ ഒരു ആയത്തോതുക. അത് ഓതിട്ട് വെള്ളത്തിൽ ഊതി കുടിക്കുക, അത് മുഖം കഴുകുക, കുളിക്കുക, ശരീരത്തിലേക്ക് ഒന്ന് ഊതുക. ഇങ്ങനെ ചെയ്യുമ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ബാധിച്ച ഈ ഷർറ് നമ്മിൽ നിന്ന് ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നീക്കിത്തരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നീക്കിത്തരട്ടെ, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, സന്തോഷം റാഹത്തും തരട്ടെ. എനിക്കും നിങ്ങൾക്കൊക്കെ, നമ്മളെ കുടുംബങ്ങൾക്കൊക്കെ ആരോഗ്യം, ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.